ഹാഷ്മി താജ് ഇബ്രാഹിം, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അപ്പൊ അതിനിടയിലെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ഇതിന് ചാനലുകാരെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഓക്കെ, വെൽക്കം. പെഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഞാൻ എന്റെ ഒരു ഇൻട്രോയിൽ അണ്ണാക്ക് എന്നൊരു പദം പ്രയോഗിച്ചു. അണ്ണാക്ക് എന്നൊരു പദം ഞാൻ പാകിസ്ഥാനോട് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാലും മിറാഷും തീർക്കുന്ന തീമഴ വരുന്നുണ്ട് പാകിസ്ഥാനോട് പറയുന്നതാണ്. അത് ഒരുപാട് വൈറലായ, ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട, എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഇൻട്രോ കൂടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മലയാളാധ്യാപകൻ, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മലയാളാധ്യാപകനടക്കം ഒരു 3-4 പേരെങ്കിലും മുതിർന്ന ആൾക്കാരാണ്, അവർ വിളിച്ച് ഒരു പൊതുസമൂഹത്തിൽ അണ്ണാക്ക് എന്ന പദമൊക്കെ പ്രയോഗിക്കുന്നത് ശരിയാണോ ഹാഷ്മി എന്ന് ചോദിച്ചു. അണ്ണാക്ക് എന്ന് പറയുന്നത് അശ്ലീല വാക്കല്ല എന്ന് പറയുമ്പോൾ പോലും, അണ്ണാക്കിന് ബദൽ വെക്കാൻ മറ്റൊരു വാക്കില്ല എന്ന് പറയുമ്പോൾ പോലും നിന്റെയൊക്കെ അണ്ണാക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഉറപ്പായും നമ്മൾ ഒരുപാട് പേർ കേൾക്കുന്ന ചാനൽ, കുട്ടികളടക്കം കേൾക്കുന്ന ഒരു ചാനലിൽ നിന്റെ പറയുന്നത് പാകിസ്ഥാനോടും അവിടുത്തെ പ്രധാനമന്ത്രിയോട് ആണെങ്കിൽ കൂടിയും നിന്റെ കണ്ണാക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ള തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഡിറേറ്റ് പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവർക്കതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇവിടെ എന്താണ് ആ മര്യാദ രണ്ട് മുഖ്യമന്ത്രിമാരും പാലിച്ചില്ല എന്നാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സിനിമ ഡയലോഗ്, ഇപ്പം നരസിംഹം സിനിമയിൽ ഒരു സിനിമ ഡയലോഗ് അവലംബമാക്കിയാണ് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞിട്ട് നീ പോ മോനെ വിജയൻ എന്ന പദാവലി ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡി ആവർത്തിക്കുന്നത്. അതിന് ഡാഷ് മോനെ രേവന്ത് എന്നുള്ള മറുപടിയും വന്നു. അതിനപ്പുറം അതിനു മുമ്പ് ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ ഇരു സംസ്ഥാനങ്ങളിലെയും ഈ വികസന കമ്പാരിസൺ നടക്കുന്നുണ്ട്. എന്തുപോലെ എക്സിലടക്കം ഈ പറഞ്ഞ 7 പേജുള്ള കത്തുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും എന്താണ് തെലങ്കാനയിൽ 1 ട്രില്യൺ എക്കോണമി, അവിടുത്തെ പെർ ക്യാപിറ്റ ആളോഹരി വരുമാനം, കേരളത്തിലെ വികസനം, അവിടുത്തെ പെൻഷൻ മുടങ്ങിയതിനെതിരെ അവിടുത്തെ പെൻഷനേഴ്സ് കോടതിയിലേക്ക് പോയത്, കോടതിയുടെ തീരുമാനമടക്കം മുഖ്യമന്ത്രി അടക്കം വളരെ മനോഹരമായി ഒരു വികസന സംവാദം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ക്ലൈമാക്സിലാണ് ഈ പറയുന്ന രണ്ടുപേരും പറഞ്ഞുകൂടാത്ത ബിലോ ദ ബെൽറ്റ് ആരോപണങ്ങൾ ഉറപ്പായും അവിടെ ഉണ്ടാവുന്നത്. അത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നാമത്തെ കാര്യം, കേരളവും തെലങ്കാനയും തമ്മിൽ വികസനത്തിൽ താരതമ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെലങ്കാന എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ട് 12 വർഷം മാത്രമായ ഒരു സംസ്ഥാനമാണ്. 20 മാസം മാത്രം പ്രായമുള്ള മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. ആ അർത്ഥത്തിൽ മാത്രമല്ല കേരളവും തെലങ്കാനയും ഒരു കമ്പാരിസണും ഇല്ല വികസന കാര്യത്തിൽ. അത് ആ ചർച്ച രേവന്ത് റെഡ്ഡി തുടങ്ങി വെച്ചത് തന്നെ അപക്വമാണ്. മാത്രമല്ല ഈ പ്രയോഗം നടത്തിയത് അങ്ങേയറ്റം അപക്വമാണ്. അതിനേക്കാൾ നിലവാരം താഴ്ന്നു പോയി. കാര്യം നേരത്തെ എസ്കൻ പറയുന്നത് പോലെ ഞാൻ ന്യൂസ് ഡെസ്കിലേക്ക് കടന്നു വരുമ്പോഴാണ് മുഖ്യമന്ത്രി ഡാഷ് മോനെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി നേർക്കുനേർ പറയുന്നത് കേട്ടപ്പോഴാണ് ഡാഷ് മോനെ രേവന്ത് എന്നൊരു മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി അതൊരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ആശ്വാസകരമല്ല. എന്തായാലും ഇപ്പൊ ഇന്ന് ഇ പി ജയരാജൻ പറയുന്നത് ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ പൊന്നുമോനെ എന്നാണ് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡാഷ് മോനെ എന്ന് സാധാരണഗതിയിൽ പ്രയോഗിക്കുന്നത് നമുക്ക് പറയാൻ കഴിയാത്തൊരു തെറി, അത് മറച്ചു വെക്കാനുള്ള ഒരു വാക്കായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സൈബർ സഖാക്കളുടെ പില്ലയാന്നുള്ളതാണ്. അപ്പൊ ക്ഷമിക്കാമായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വാവിട്ട വാക്കുകൾ ഒരുപാട് കണ്ടു. അതിൽ ഈ പറയുന്ന എന്താണ് രാഷ്ട്രീയ ചെറ്റത്തരം, ഈ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന അതിന്റെ കൂട്ടത്തിൽ ഈ ഇലക്ഷനിലെ വാവിട്ട വാക്കുകളുടെ ഡിക്ഷണറിയിലേക്ക് ഈ പോമോനെ വിജയനും ഡാഷ് മോനും കയറി വരും, നോ ഡൗട്ട്. സത്യൻ രവിമംഗലം പറയുന്ന മര്യാദ എന്ന വാക്ക് പിണറായിക്ക് മാത്രം തീരെഴുതി കോൺഗ്രസുകാരെ വെള്ളപൂശുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.